നമസ്കാരം. അങ്ങനെ അസി റോക്കി മറ്റേ നമ്മുടെ യഥാർത്ഥ റോക്കി ഭായ് ഗുണ്ട അവൻ ഇപ്പം റൂമിൽ ഇരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റൂമിലെടുത്തിന് ഉടനെ എടുത്ത് പുറത്തറിയും എന്നൊക്കെ അറിയാൻ കഴിയുന്നു. സിജോയായിട്ട് ഇനി ചോദിക്കാനും കൂടി, കാരണം സിജോയ്ക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അടിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് ചോദിക്കാനും കൂടി അവിടെ ഇടയില്ല. അങ്ങനെച്ചാൽ അമ്മാതിരി അടിയാണ് അടിച്ചിരിക്കുന്നത്. ചെറിയ ഇടിയൊന്നും അല്ല ഇടിച്ചിരിക്കുന്നത്, നല്ല രീതിയിൽ ഇടി കൊണ്ടിട്ടുണ്ട്. ചിലപ്പോൾ തടുത്തിട്ടുണ്ടാവാം, എന്തായാലും പാർഷ്യലായിട്ടെങ്കിലും സംഭവം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അവനെ പുറത്താക്കലിനെ കുറഞ്ഞൊരു സംഭവം ഞാൻ കാണാം. ഇപ്പം ഈ സിജോ ഈ പറഞ്ഞ പോലെ എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ കൂടി അവൻ അവിടെ നിർത്താൻ പാടില്ല. ഇമാതിരി അക്രമ സ്വഭാവമുള്ള ഇമാതിരി വയലന്റ് ആകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തിന് അവിടെ നിർത്തണം? ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയിലേക്ക് വരുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. ഒരാൾക്ക് എത്രമാത്രം ടെമ്പർമെന്റ് ഉണ്ട്, അവൻ എന്തുമാത്രം അക്രമാസക്തനാകും, ഇതൊക്കെ ചെക്ക് ചെയ്ത് സൈക്കോളജിക്കലും മറ്റതും മറിച്ചതും തേങ്ങയും മാങ്ങയും എല്ലാം കൂടി ചെയ്താണ് ഇവർ ഓരോരുത്തരെ കൊണ്ടിടുന്നത്. ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് അവന്റെ തോന്നിയാസം പോലെ എല്ലാരെയും പോയി അടിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ 2 വീഡിയോ കൊണ്ട് പറയണു, ഈ പറഞ്ഞതുപോലെ എന്താണ് എന്റെ 32 പല്ലും അടിച്ചു തെറുപ്പിക്കുമെന്ന് പലവട്ടം പറയുമ്പോൾ ശരിയാണ്. നമുക്ക് ജാസ്മിന്റെയും ഈ പറയുന്ന ഗബ്രിയുടെയും ഒക്കെ നമുക്ക് വിരോധ കാര്യങ്ങളൊക്കെ അതൊക്കെ ഗെയിമിന്റെ രീതിയിൽ കൈയൊക്കെ കാണിച്ചിട്ടല്ല, അവർ തന്നെ അടിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. നിനക്ക് അത്രയ്ക്ക് മുടയാണെങ്കിൽ നീ വെളിയിറങ്ങിയിട്ട് ഇതൊക്കെ ചെയ്തു. അപ്പൊ അവനും കൂടി തിരിച്ചു തരും. അവന് ബുദ്ധിയുണ്ട്, അവന് കുറച്ച് വിവേകമുണ്ട്, അല്ലാതെ അവന് കഴിവില്ലാത്തോണ്ടെന്നല്ല. മനസ്സിലായോ? എന്നെയും കാട്ടി ആരോഗ്യമുണ്ട്. ഒന്ന് ഇളുത്ത് അവൻ തന്നു കഴിഞ്ഞാൽ നീ അവിടെ ചുരുണ്ട് കിടക്കും. മനസ്സിലായോ? അപ്പൊ നീ കുറെ ഡയലോഗുകൾ അടിക്കുന്നു, എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, ലാലേട്ടൻ വന്ന് ഇങ്ങനെ കൈയടിക്കുന്നു, കൊള്ളാം അടിപൊളി, തന്നെ പിന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് അവൻ വന്നിട്ട് അവിടെ ഇടിച്ചതെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ മട്ടിലുള്ള ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പണിഷ്മെന്റ്, ഒരു അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ. ഇത് എന്ത് പണിഷ്മെന്റ് ആണ്? അങ്ങനെ വളരെ തുച്ഛമായ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു നിന്നെ ഇടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇടിക്കണം എന്നൊരു കണ്ടസ്റ്റന്റോടെ ഏതെങ്കിലും ഒരു അവതാരകൻ പറയും? എനിക്കറിഞ്ഞൂടാ. അതും ബിഗ് ബോസ് പോലുള്ള ഷോയിൽ നിനക്ക് ഇടിക്കാൻ തോന്നിയാൽ അങ്ങ് ഇടിച്ചു കളയണം എന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ ഈ മന്ദബുദ്ധിക്ക് വിചാരിച്ചു എനിക്കൊരു ഹീറോ പരിവേഷമാണ്. മറ്റേ പറഞ്ഞു ചുണയുണ്ടെങ്കിൽ പിന്നെ തുടരാൻ ഞാൻ അടിക്കും. അപ്പം തൊട്ട് അടിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ എന്താവും? ഞാൻ അവിടെ 0. ഇവന്റെ വിചാരം എന്താണ്? ഷിജോ തൊടൂലെന്ന് കരുതി. ഷിജോ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്. അവൻ പതുക്കെ ഇങ്ങനെ തൊട്ടു. ഇത് പ്രൊവോക്കിംഗ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രൊവോക്കിംഗ് ഗെയിമാണ്. ഇവിടെ പ്രൊവോക്ക് ചെയ്യും, മാക്സിമം പ്രൊവോക്ക് ചെയ്യും. നിനക്ക് തിരിച്ച് പ്രൊവോക്ക് ചെയ്യാം. ഷിജോ പോയി താടി പിടിച്ചത്, എവിടെ താടി പിടിച്ച് വിളിച്ചു? താടിയിൽ ഇതാ ഇങ്ങനെ തൊട്ട് നോക്കിയതേ ഉള്ളൂ. ഇതല്ലേ ചെയ്തത് ആണോ? അപ്പോഴത്തേക്ക് പ്രൊവോക്ക് ആവാൻ എന്ത്? നീ തിരിച്ചു തൊട്ടോ, നീ തള്ളിക്കോ, നീ ശരീരം കൊണ്ട് ഉന്തിക്കോ, ഇതൊക്കെ നീ ചെയ്തോ. ഒരാളെ ഓങ്ങി കൈ മുറുക്കി ഇടിക്കാനുള്ള ഈ പെർമിഷൻ, ആ ഒരു ധൈര്യം അവന് എവിടെ നിന്ന് കിട്ടി? ആ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അത് ലാലേട്ടൻ കൊടുത്ത ധൈര്യമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് കൊടുത്ത ധൈര്യമാണ്. നീ അഴിഞ്ഞാടിക്കോ, നീ ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടിക്കോ, നിനക്കുള്ള എല്ലാ പെർമിഷനും ഞാൻ തന്നിട്ടുണ്ട്, നിനക്ക് ഇടിക്കാൻ തോന്നണമെങ്കിൽ നീ ഇടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇടിച്ചപ്പോൾ ഞാൻ വലിയ സ്റ്റാർ ആവുമെന്ന് അവൻ കരുതി. ഒരുമാതിരി ആരെങ്കിലും അവനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ പ്രശ്നം, ആരെങ്കിലും അവനെതിരായിട്ട് കളിക്കണമെങ്കിൽ പ്രശ്നം, അവനെ ഒന്ന് നോക്കിയ അവന് പ്രശ്നം, എല്ലാവരും അവനെ രാജാവാക്കിയിരുത്തണം. ആരെങ്കിലും ഒരാൾ അവന്റെ അടുത്ത് മോശമായിട്ട് അവന്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച അവന് പ്രശ്നം. ഇങ്ങനെയൊന്നും പ്രശ്നം താങ്ങാൻ വയ്യാത്ത, ഇങ്ങനെയൊക്കെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ വയ്യാത്തവനൊന്നും ഇവിടെ വരരുത്. നിനക്കുള്ളതാണ്. നീ 6 കൊല്ലം ഇവിടെ ഇരുന്ന് ബിഗ് ബോസ് വരാൻ വേണ്ടിയിട്ട് എന്തോ ഒക്കെ തേങ്ങ ചെയ്തെന്ന് നീ പറഞ്ഞു. നിനക്കുള്ള സ്ഥലമല്ല ഇത്. നീ മറ്റേ കവലച്ചട്ടമ്പിമാരെ പോലെ ഇവിടെ വന്ന് കാണിക്കും. ഇത് ബോക്സിംഗ് റിംഗ് ഒന്നുമല്ല, ഇത് ബിഗ് ബോസ് വീടാണ്. മനസ്സിലായോ? ബിഗ് ബോസിന് ഒരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പ്രൊവോക്ക് ചെയ്യും. വരുന്ന ഒരു നല്ലൊരു പ്ലെയറിനവൻ തന്നെ പ്രൊവോക്ക് ചെയ്തിരിക്കും. അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അവിടെയാണ്. അല്ല നിനക്ക് മറ്റേ സ്ക്വയർ ഫീറ്റിലെ വീടെന്നാ, 10,000 സ്ക്വയർ ഫീറ്റിലെ ബാത്റൂം വന്നാ, മറ്റേ ഇതൊക്കെ വന്ന് നിന്റെ പൊങ്ങച്ചോ അടിച്ചോണ്ട് വന്ന് ഇവിടെ അതല്ല. മനസ്സിലായോ? അതൊക്കെ നിനക്ക് ബാത്റൂം ഉണ്ടായിരിക്കും, പിന്നെ വീടുണ്ടായിരിക്കും, മറ്റതൊക്കെ പോട്ടെ. ഇവിടെ വന്ന ഗെയിം കളിക്കണം. നിന്റെ ആ ഒരു ഇതൊന്നും പ്രിവിലേജ് ഒന്നും ഇവിടെ കിട്ടത്തില്ല. നീ അവനെ പോലത്തെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. മനസ്സിലായോ? അവർക്കും കയ്യൂക്കുണ്ട്, അവർക്കും തിരിച്ചടിക്കാം. അവർ തിരിച്ചടിച്ചാൽ അവർ പുറത്താകുമെന്നുള്ള അവർക്കൊരു കോമൺ സെൻസ്. നിനക്ക് ആ ബുദ്ധിയില്ല. നീ മറ്റേ മുടയും കാണിച്ചുകൊണ്ട് ആരെ വീണം അടിക്കാൻ ഞാൻ ഹീറോയിസം കാണിച്ചാണ്. റോക്കി ഭായ് ആവാൻ നോക്കിയതാണ്. റോക്കി ഭായ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അത് വാക്കായിരിക്കും. മനസ്സിലായോ? അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. ഇവിടെ നമ്മുടെ അവതാരകൻ ലാലേട്ടൻ വരെ എന്തൊരു കഷ്ടം തന്നെ നിങ്ങളെയൊക്കെ. മനസ്സിലായി? അതാണ് ഞാൻ വീഡിയോ ഇട്ടത്. യവനെയൊക്കെ അറക്കാൻ നിർത്തിക്കുന്ന പോത്താണെന്ന്. മാറ്റി നിർത്തിക്കുകയാണ്, ബലിമൃഗമായിട്ട് മാറ്റി എടുത്തുകയാണ്. അവനെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ ഇത് ചെയ്യുമെന്ന് 101% ഉറപ്പായിരുന്നു. അടിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് ഇത്രയും പെട്ടെന്നാകുമെന്ന് അറിഞ്ഞില്ല. ഇവന്റെ പ്രശ്നം എന്താണ്? ഇവിടെ ഈ പറഞ്ഞതുപോലെ അന്ന് സമരം നടത്തിയതിൽ ഞാനാണോ നീയാണോ, അവന് ഭയങ്കരമായിട്ട് അവനങ്ങ് കൊണ്ടു.
മനസ്സിലായോ? അവനെതിരായിട്ട് ക്യാപ്റ്റൻസിയിൽ അവൻ എടുത്തില്ല. ഇപ്പൊ തന്നെ എന്നിട്ട് ക്യാപ്റ്റൻസിയിൽ എന്ത് ചെയ്തു? 3 വരെ സെലക്ട് ചെയ്തു. 3 വരെ സെലക്ട് ചെയ്ത് ക്യാപ്റ്റൻസിയിൽ അവൻ തോറ്റു. ആര് ജയിച്ചു? സിജോ ജയിച്ചു. അതും അവിടെയും പിടിച്ചില്ല. കാരണം എന്റെ കൂടെ മത്സരിച്ച് ആര് ജയിച്ചിരിക്കുന്നു? സിജോ ജയിച്ചിരിക്കുന്നു. സിജോ അവിടെ ഒന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? സിജോ എന്താന്ന് പറഞ്ഞത്? ഇത് എന്റെ കഴിവൊന്നുമില്ല, ഇതൊരു ഭാഗ്യമാണ്. ആദ്യം ആ 3 എന്തുണ്ട് താക്കോലുണ്ട്. അത് ഏത് താക്കോലാണ് കിട്ടുന്നത് അത് ഭാഗ്യമാണ്. ആ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് അവൻ പറഞ്ഞത്. അവിടെയാണ് നമ്മളൊരു പ്ലെയറിനെ മനസ്സിലാക്കുന്നത്. നല്ല അഹങ്കരിക്കുകയല്ല അവിടെ വേണ്ടത്. അവൻ എന്ത് പറഞ്ഞു? എനിക്ക് ഭാഗ്യം കൊണ്ട് ഞാൻ ജയിച്ചു. അത് അവന് പിടിക്കുന്നില്ല. അതവൻ പിടിക്കാതെ അവൻ പറഞ്ഞ ഡയലോഗ് എന്നറിയാമോ? നിങ്ങളെല്ലാവരും കൂടി എന്തോ കേസിനാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി എന്നെ ക്യാപ്റ്റൻസിയിൽ എന്നെ ആക്കിയിട്ട് ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല, അല്ല ഞാൻ ജയിക്കുന്നതിന് ഞാൻ തോറ്റപ്പോഴ് എന്നെക്കാട്ടി സങ്കടം നിങ്ങളിലായിരുന്നു. കാരണം ഞാൻ ജയിച്ചു കാണണം, നിങ്ങൾ എനിക്കെന്തോ ഒരു ശിക്ഷ തരും പോലെയാണ് നിങ്ങളത് എന്തൊക്കെയാണ് പറയണമെന്ന്. എന്തിനും പൊങ്ങച്ചും ഞാൻ എന്തോ മറ്റേ കോപ്പിലവനാണ്, ഞാൻ മറ്റവനാണ്, ബിഗ് ബോസ് കണ്ടുപിടിച്ചതേ ഞാനാണ് എന്നുള്ള ഒരു സംഭവമാണ് അവനുള്ളത്. നീ ഒരു തേങ്ങയല്ല, മനസ്സിലായി? നീ എല്ലാവരെയും പോലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടി കൊടുത്തും ഇടി കൊടുത്തും ജയിക്കാൻ വേണ്ടി നടക്കുന്ന പിന്നെ ജയിക്കാമെന്ന് വിചാരിക്കണ്ട. ഇവിടെ വാക്കുകൾ കൊണ്ടും തങ്ങളുടെ നിലപാടുകൾ കൊണ്ടും ഒക്കെയാണ് ഇവിടെ ജയിക്കാനുള്ളത്. തങ്ങളുടെ പ്രഷർ ഹാൻഡിൽ ചെയ്യുക, മനസ്സിലായോ? അതിജീവനമാണടാ ഇത് നടക്കാൻ. ഇത് അതിജീവനമാണ് നടക്കല്ല. നിന്റെ കവലച്ചട്ടം ഇത്തരം കാണിക്കാനുള്ള സ്ഥലമല്ല അത്. പുറത്തിറങ്ങി ആരുടെങ്കിലും ആരോഗ്യമുള്ളവരെ കാണിക്കുക, അവൻ തന്നെ മുക്കാൻ വേണ്ട ഇടിച്ച് തെറിപ്പിക്കുമ്പോൾ നിനക്കത് മനസ്സിലാവും. മനസ്സിലാവും? ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു അതിജീവനമാണ്. അതവിടെ അതിജീവിക്കുക, പ്രൊവോക്കിങ് ചെയ്യും. നല്ലൊരു ഗെയിമറാണെങ്കിൽ അവൻ തന്നെ മാക്സിമം പ്രൊവോക്ക് ചെയ്യും. നീ ഇപ്പൊ വിചാരിച്ചിട്ട് ഈ ഗബ്രിയെ പോലെ പേടിച്ച് തൂറി പോകുമെന്ന് വിചാരിച്ചു ഷിജോ. ഗബ്രിയോ മറ്റവരെ പോലെ പേടിച്ച് തൂറി ഗബ്രി എറിയിടാ, നീ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ എറിയിടാ. അവൻ പോലെ എടുത്ത് എറിഞ്ഞു കൊടുത്തു. ആ ഒരു കോൺഫിഡൻസ് അന്ന് എറിയും. ഞാനാണോടാ, ഞാൻ പറഞ്ഞ ഞാൻ എറിയും. അതുപോലെ എവന്റെ അടുത്ത് എന്ത് പറഞ്ഞു? ഗബ്രി അടുത്ത് പറഞ്ഞ പോലെ എന്ത് പറഞ്ഞു? നീ തൊട്ടാ ഞാൻ അടിക്കും. ഇല്ല, തൊട്ടാ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അവൻ. തൊട്ടാ ഞാൻ ഇടിക്കുമെന്ന്. മനസ്സിലായി? അവൻ തൊടുന്നു. അവൻ ഓപ്പോസിറ്റേക്കാണ് ഇത്രയും ആണാണെങ്കിൽ അവൻ തൊടും. ഒരുത്തൻ പറയാണ് നീ ശരി, നീ എനിക്ക് ഇടിച്ചു കാണിച്ചെന്ന് തൊടും. ഇതുപോലെ പ്രാന്തന്മാരെയാണ്, മാനസിക സ്ഥിതി മോശമായിട്ടുള്ളവനെയാണ് ഇവിടെ കൊണ്ടുവന്ന് ആർക്കെങ്കിലും അറിയാമോ? അവനറിയാമോ? അവൻ തൊട്ട് ഇടിച്ച് കയറ്റി കൊടുത്തു. മനസ്സിലായോ? അവൻ തൊട്ട് ഇടിച്ച്. ഇപ്പൊ എന്ത് സംഭവിച്ചു? 6 കൊല്ലം കൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും. അവിടെയുള്ള മറ്റേ പിന്നെ 100 സ്ക്വയർ ഫീറ്റ് ബാത്റൂം ഇപ്പൊ വിശാലമായി തൂറിക്കൊണ്ട് അവിടെ ഇരിക്കുക. മനസ്സിലായോ? അവിടെ വിശാലമായി തൂറിക്കുക. എന്നിട്ട് മറ്റേ ക്യാമറയും വെച്ച് കാണില്ല. ഞാൻ എന്ത് പറയട്ടെ? ഇങ്ങനെ പോലുള്ള അഹങ്കാരികളെ ഞാൻ പൊതുവെ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഈ അഹങ്കരിക്കുന്നവരെ ഒറ്റ എണ്ണത്തിന് എനിക്കിഷ്ടമല്ല. മനസ്സിലായോ? അഹങ്കാരം ആരിലുണ്ടോ അവന്റെ അധപ്പതനമാണ്. അവൻ ഒരു കാലത്ത് എവിടെ കൂടി പോലും അവന് ശത്രുക്കളെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന അല്ലെങ്കിൽ കൂടെ ഈ പറഞ്ഞ പോലെ എന്താണ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അവൻ നോക്കിയപ്പോഴും അവന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും ഷിജോ നല്ലൊരു പ്ലെയർ ആണ്, നല്ലൊരു വിന്നിങ്, പിന്നെ എല്ലാ കാര്യങ്ങളും അവൻ അറിയാം, അവൻ നല്ല പ്ലാനിങ് ചെയ്തു, ഇതൊക്കെ പറയുന്നത് ഇവന് പിടിക്കുന്നില്ല. അവനൊരൊട്ടും പിടിക്കുന്നില്ല. അവൻ അങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ തന്നെ ആവണമെല്ലാം. അവനെ ആരെങ്കിലും പുകച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖത്തുള്ള ചിരി കാണണം. ഇന്ന് ഈ പറഞ്ഞ ആരാണ് മുടിയൻ കൊണ്ടുവന്ന് എന്തോ ഒരു സംഭവം എനിക്കൊന്ന് പച്ച കൊടിയെന്തോ ആണെന്ന് കൊണ്ടുകൊടുത്ത് പോടാ അടിക്കും എന്നുവെച്ചാൽ അവനങ്ങ് എന്താണ് അങ്ങ് പൊട്ടി. ഭയങ്കര സന്തോഷമാണ്. എന്നെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങനെ ഭയങ്കര സന്തോഷമാണ്. മനസ്സിലായോ? കുറെ കാണാതെ പഠിച്ച കുറെ ഡയലോഗുകളുണ്ട്. അതൊക്കെ വന്നുകൊണ്ട് ഇവിടെ പറഞ്ഞു. അതൊക്കെ ശരി, നിങ്ങൾ കാണാതെ പഠിച്ചത് ബിഗ് ബോസ് ആണ്, കാണാതെ പഠിച്ചു കൊണ്ടുവരാം, എന്ത് വേണേ ചെയ്യാം. നിങ്ങളുടെ പല പല പോയിന്റുകൾ എടുത്ത് പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പ്രഷർ ഹാൻഡിൽ ചെയ്യണം. പ്രൊവോക്ക് ചെയ്യുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നീയൊക്കെ ഒരിടത്ത് പോയിട്ട് ഒരു കാര്യമില്ല. നിന്നെ പോലെ നിനക്ക് തോന്നും പോലെ എടുത്തിട്ട് അവൻ തിരിച്ചടിക്കില്ല. മനസ്സിലായത്? ബിഗ് ബോസ് ആണ്, അവൻ തിരിച്ചടിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ പോലെ ഒരു ഫാമിലി അവൻ കൊണ്ട് അവന്റെ ഫാമിലിയെ കൊണ്ട് കേസ് കൊടുത്തൂടെ? ഇവിടെ വന്ന് കൊണ്ടുവന്ന അടി വാങ്ങാൻ വേണ്ടിയല്ല കൊണ്ടുവന്ന്, നിന്റെ ചട്ടപ്പിത്തരം കാണിക്കാൻ വേണ്ടിയല്ല ഇവിടെ വരേണ്ടത്. അതൊക്കെ നിന്റെ വീട്ടില് മനസ്സിലായി? നിന്റെ വീട്ടില് നിന്റെ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്തോ കാണി അവൻ കയറി മേഞ്ഞിട്ട് അങ്ങ് പോകും. മനസ്സിലായോ? യാവനാവാ ശരിയാണ്. അതിപ്പം ഈവൻ അവിടെ ഉള്ള ഏത് കണ്ടസ്റ്റന്റ് ആയാലും ശരി തന്നെ ഒരു കണ്ടസ്റ്റന്റിനെ കയറി പർപ്പസ്ഫുള്ളി ശരീരത്തിൽ കൈവയ്ക്കാന്ന് വെച്ചാൽ ഇതുപോലത്തെ തെണ്ടിത്തരം വേറെയില്ല. മനസ്സിലായി? അവൻ ആ സ്പോട്ട് എന്തിനാണ് അവരെ റൂമിൽ കൊണ്ടിരുത്തിക്കണേ? സ്പോട്ടിൽ എവിക്ട് ചെയ്ത് വിടണം. അവിടെ വേറെ തീരുമാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആ സ്പോട്ടിൽ നാണം കെടുത്തി വിടണം ഈ പരനാറിയെ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.